ഇറാൻ US യുദ്ധത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധി രാജ്യത്തിന്റെ സാമ്പത്തിക ചെലവ് ഉയർത്തിയിരിക്കെ മോദി സർക്കാരിന് റിസർവ് ബാങ്കിന്റെ വക വമ്പൻ ലോട്ടറി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമായ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് 2.87 ലക്ഷം കോടി രൂപ കൈമാറും. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിൽ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗം ഇക്കാര്യത്തിന് അനുമതി നൽകി. മുൻ വർഷത്തേക്കാൾ 6.99% വർധനയാണ് RBIയുടെ ലാഭവിഹിതത്തിൽ ഉണ്ടായത്. ഇത്തവണ 2,86,588.46 കോടി രൂപയാണ് സർക്കാർ ഖജനാവിലെത്തുക. വിദേശ നാണയ വിപണിയിലെ ചാഞ്ചാട്ടവും ആഗോളതലത്തിലെ ഉയർന്ന പലിശ നിരക്കുമാണ് മികച്ച ലാഭം നേടാൻ റിസർവ് ബാങ്കിനെ സഹായിച്ചത്. ആഗോള സാമ്പത്തിക മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ നേരിടാൻ രൂപീകരിച്ച കരുതൽ ധനശേഖരമായ കണ്ടിജന്റ് റിസ്ക് ബഫറിൽ നിന്ന് 1.09 ലക്ഷം കോടി രൂപയും കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് കൈമാറും. മുൻ വർഷം CRBയിൽ നിന്ന് 44,861.70 കോടി രൂപയാണ് നൽകിയത്. CRB നിരക്ക് റിസർവ് ബാങ്കിന്റെ ബാലൻസ് ഷീറ്റിന്റെ 6.5% നിലനിർത്തി. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്കിന്റെ മൊത്തം വരുമാനം 26.42% ഉയർന്നു. ഫണ്ടുകളിലെ നിർബന്ധിത നിക്ഷേപവും റിസ്ക് പ്രൊവിഷനിങ്ങും കഴിഞ്ഞുള്ള അറ്റ വരുമാനം 3,95,972.10 കോടി രൂപയാണ്. മുൻ വർഷം ഇത് 3,13,455.77 കോടി രൂപയായിരുന്നു. മൊത്തം ചെലവിൽ 27.6% വർധനയുണ്ട്. റിസർവ് ബാങ്കിന്റെ മൊത്തം ബിസിനസ് കഴിഞ്ഞ സാമ്പത്തിക വർഷം 20.61% ഉയർന്ന് 91.97 ലക്ഷം കോടി രൂപയായി. ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇന്ധനവില വർധനവുമിടയിൽ കേന്ദ്ര സർക്കാരിന് വലിയൊരു ആശ്വാസമാണ് ഇത്. റിസർവ് ബാങ്ക് തങ്ങളുടെ ലാഭവിഹിതമായി ഇത്തവണ റെക്കോർഡ് തുക സർക്കാരിന് കൈമാറിയേക്കുമെന്ന് ബ്ലൂബർഗാണ് റിപ്പോർട്ട് ചെയ്തത്. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾ കുറയ്ക്കാൻ ഈ തുക വലിയൊരു താങ്ങാകും. സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ അനുസരിച്ച് ഏകദേശം 3 ലക്ഷം കോടി രൂപയാകും RBI കേന്ദ്രത്തിന് കൈമാറുക. കഴിഞ്ഞ വർഷം നൽകിയ റെക്കോർഡ് തുകയായ 2.7 ലക്ഷം കോടി രൂപയേക്കാൾ കൂടുതലാണിത്. സാമ്പത്തിക വർഷത്തിൽ റിസർവ് ബാങ്കിന് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഈ ലാഭവിഹിതം സർക്കാരിന് നൽകുന്നത്. ലാഭവിഹിതം കൈമാറുന്നതിന് അംഗീകാരം നൽകാനായി RBI ബോർഡ് വെള്ളിയാഴ്ച യോഗം ചേർന്നതിനു ശേഷമാണ് ഈ തീരുമാനം നിലവിൽ വന്നത്. എന്തുകൊണ്ടാണ് ഇത്തവണ വലിയ തുക ലഭിക്കുന്നത് എന്ന് നോക്കാം. വിദേശ നാണ്യ ശേഖരത്തിലെ നിക്ഷേപങ്ങൾ, ബോണ്ടുകൾ, കറൻസി മാനേജ്മെന്റ് തുടങ്ങിയ നിരവധി മാർഗങ്ങളിലൂടെയാണ് റിസർവ് ബാങ്ക് വരുമാനം കണ്ടെത്തുന്നത്. 2026 സാമ്പത്തിക വർഷം RBI സംബന്ധിച്ച് സാമ്പത്തികമായി മികച്ച നേട്ടങ്ങളുടെ വർഷമായിരുന്നു എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വിദേശ നാണ്യ വ്യാപാരത്തിൽ നിന്നുള്ള ലാഭം, ആഗോളതലത്തിൽ ഉയർന്ന പലിശ നിരക്കുകൾ, സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് എന്നിവയെല്ലാം റിസർവ് ബാങ്കിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ലളിതമായി പറഞ്ഞാൽ റിസർവ് ബാങ്കിന് തങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും കരുതൽ ധനത്തിനും വേണ്ടതിലും കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ ആ അധിക തുക സർക്കാരിന് കൈമാറുകയാണ് പതിവ്. ഇത്തവണ സർക്കാരിന് കൈമാറാൻ കഴിയുന്ന ആ അധിക തുക സാധാരണയേക്കാൾ വളരെ വലുതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. സർക്കാരിന് ഈ തുക നിർണായകമാകുന്നത് എന്തുകൊണ്ടെന്ന് കൂടി നോക്കാം. നികുതി വർദ്ധിപ്പിക്കുകയോ കൂടുതൽ കടമെടുക്കുകയോ ചെയ്യാതെ തന്നെ സർക്കാരിന് വലിയൊരു തുക ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം. നിലവിലെ സാഹചര്യത്തിൽ ഈ തുക സർക്കാരിന് വളരെ അത്യാവശ്യവുമാണ്. ഇറാൻ സംഘർഷം ഉൾപ്പെടെയുള്ള ആഗോള പ്രശ്നങ്ങൾ വലിയ തോതിലുള്ള ഇന്ധനവില വർധനവിന് കാരണമായിട്ടുണ്ട്. ഊർജ്ജ ആവശ്യങ്ങൾക്കായി പ്രധാനമായും ഇറക്കുമതി ആശ്രയിക്കുന്ന ഇന്ത്യക്ക് ഇത് വലിയ തിരിച്ചടിയാണ്. വിലക്കയറ്റത്തിനും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതകൾക്കും ഇത് കാരണമാകാം. ഏകദേശം 3 ലക്ഷം കോടി രൂപ അധികമായി ലഭിക്കുന്നത് സർക്കാരിന്റെ ദൈനംദിന ചെലവുകൾ നിയന്ത്രിക്കാനാകും. ക്ഷേമ പദ്ധതികൾ മുടക്കമില്ലാതെ കൊണ്ടുപോകാനും ബജറ്റ് കമ്മി കുറയ്ക്കാനും വലിയ തോതിൽ സഹായിക്കും. ചുരുക്കത്തിൽ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ ഈ സമയത്ത് സർക്കാരിന് ഒരു വലിയ സാമ്പത്തിക കരുത്തായി ഈ തുക മാറും. എന്താണ് കണ്ടിൻജൻസി ബഫർ? ഇതിന്റെ പ്രാധാന്യം എന്ത് എന്ന് കൂടി നോക്കാം. സർക്കാരിന് ലഭിക്കുന്ന ലാഭവിഹിതം കൈമാറുന്നതിന് മുൻപ് അപ്രതീക്ഷിതമായി ഉണ്ടാക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെയോ ആഘാതങ്ങളെയോ നേരിടാൻ റിസർവ് ബാങ്ക് മാറ്റിവെക്കുന്ന കരുതൽ ധനമാണ് കണ്ടിൻജൻസി ബഫർ. കഴിഞ്ഞ വർഷം RBIയുടെ മൊത്തം ആസ്തിയുടെ 7.5% ഈ കരുതൽ ധനമായി മാറ്റിവെച്ചത്. നിയമപ്രകാരം അനുവദനീയമായ പരമാവധി നിരക്കാണിത്. ആഗോളതലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനാൽ ഈ വർഷവും ഈ ബഫർ നിരക്ക് ഉയർന്ന പരിധിയായ 7.5% തന്നെ നിലനിർത്താനാണ് സാധ്യത. എന്നാലും ഇതിനുശേഷവും കേന്ദ്ര സർക്കാരിന് റെക്കോർഡ് തുക ലാഭവിഹിതമായി നൽകാൻ റിസർവ് ബാങ്കിന് സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.